ബഹുമാന്യരെ, ഗുണവിലാസം കണാധരൻ ഇന്നലെ ഉണ്ടായ തേങ്ങാവീഴ്ചയിൽ മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിക്കുന്നു. പഴയതിന്റെ ശവസംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ ഇന്ന് വൈകിട്ട് നടക്കും. ചേട്ടൻ എയർപോർട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. 5 മണിക്ക് നടക്കുമെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ വരുമായിരിക്കും. പിന്നെ എന്തുവാ, പെട്ടി സാധനങ്ങളും എല്ലാം കൂടി ഞാൻ സർലേമ്മയുടെ അങ്ങ് വെക്കാനാണ് പറഞ്ഞത്. അമ്മ വരുമ്പം പെട്ടി എടുത്ത് അമ്മ കാറി വെച്ചിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അമ്മ എല്ലാവരും കൂടെ കയറി നിരക്കത്തില്ലേ? ആ ടാർപ്പ ഒന്ന് വലിച്ചു കെട്ടാൻ പറയേ. ലേറ്റ് ആയല്ലോ, എല്ലാം റെഡി ആയോ? പിന്നൊരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം. 500,000 രൂപ കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരില്ല. 2 വായന നല്ല കോടീശ്വരന്മാരുടെ വീട്ടിൽ നിന്നിട്ട് ഞാൻ പോയി 2,500 രൂപ തരാം കേട്ടോ. 2,500 കേട്ടോ. പിന്നെ അവസാന നിമിഷം അതും പറയുന്നു. എനിക്ക് ചന്തി വേദനയാണെന്നറിയാവോ? ഒരു കുഷ്യൻ എടുത്ത് അങ്ങോട്ട് ഇട്ട് ബാബു, ഒരു കുഷ്യൻ എടുത്ത് അങ്ങോട്ട് ഇട്ട്. കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ കൂടെ കണ്ടതാ ഇങ്ങനെ എന്റെ കയ്യിന്ന് കഞ്ഞി കുടിച്ചതാ. ഇനി നാളെ ഞാൻ ആർക്കു കൊടുക്കുമ്പേ. എന്നാ നിങ്ങൾ അങ്ങോട്ടിരുന്ന് പാട്. അയ്യോ, ഇന്നലെയും കൂടെ എന്റെ കയ്യിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ച് കുടിച്ചതാതെ. ഈ നാളെ ഞാൻ ആർക്ക് കൊടുക്കുമ്പേ. അങ്ങനെ പാട്. ഇന്നലെയും നേരിച്ചങ്ങളെ അയ്യോ പെണ്ണും പിള്ളേ പയ്യക്കാര ഞാനിവിടെ നിന്ന് വായിക്കുവല്ലയോ. പിന്നെ എനിക്ക് കരയുണ്ടായതല്ലേ. കണ്ട് കൃഷ്ണ അയ്യോ, വരുമോ വന്നേ ചേട്ടോ. എന്നെ കൊണ്ട് കഴിഞ്ഞ ആഴ്ച ബ്ലേഡുകാരൻ ശശിയുടെ അടുത്തുനിന്ന് 35,000 രൂപ പലിശയ്ക്ക് എടുത്തിട്ടാ ഇവ ഇപ്പതേ ചത്ത് ഇരിക്കും. ഞാൻ ഇനി എവിടുന്നെടുത്ത് കൂക്കും ഇവനെ. എന്റെ എണ്ണ ഒന്ന് മുട്ടാ തിരിയണോ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. ഇന്നലെ ഞാനാണേ അച്ഛൻ മരിച്ചത് അറിഞ്ഞു കാണുമല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ. കൂടിയൊരു ചേട്ടനുള്ളത് പോയേ. ബാബു ബാബു, പോവാനുള്ളവരൊക്കെ പോയി. എല്ലാരും അകത്ത് കിടന്ന് കരയും അടിക്കുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് ഇച്ചിരി കഞ്ഞിയോ വെള്ളമൊക്കെ കൊടുക്കണ്ടായോ? കൊടുക്കണം. പോയി ഇച്ചിരി ഒരു 2 കവറ് പാലും 2-3 കവറ് ബിസ്ക്കറ്റും തേയിലപ്പൊടി പഞ്ചസാര എല്ലാം കൂടി ഒന്ന് മേടിച്ചോണ്ട് അവിടെ തള്ളയുടെ കൈ കൊടുക്ക് കേട്ടോ. പോകാനുള്ളവര് പോയി. ഇനി നമ്മള് കരഞ്ഞിട്ട് ഇവര് തിരിച്ചു വരുവോ? പോയവര് അതില് സാധനം മേടിക്കാൻ പോവല്ലയോ. കുപ്പി വേണ്ടായോ? നമ്മക്കൊരു കുപ്പി എടുക്കണ്ട. മദ്യം ഇല്ലാതെ എന്ത് മരണം. ഇവനൊരു വലിയ അപരാധമായി പോയല്ലേ. പോടാ, മരണ വീട്ടിൽ വന്ന് കിടന്ന് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോടാ പോടാ സുശീല പോ. അയ്യോ, സാമ്പാറും കിട്ടിയോ? ശരിയാ, ഞാനിപ്പോഴാ അറിഞ്ഞത് എന്തോ പറ്റിയതാ കളവിന്. പിന്നെ തലയിൽ ഏതാണ്ട് വെള്ളക്ക വീണയാന്ന് പറയുന്നിട്ട്. തലയിൽ വെള്ളക്ക വീണയാ തെങ്ങിന്റെ കൂട്ടിയിരുന്നപ്പം. എന്റെ കയ്യിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ച് കുടിച്ചതാ. അയ്യോ, വന്നിരിക്കുന്നേ അണ്ണന്റെ പൊന്നെണ്ണ വന്നെണ്ണ. അണ്ണ ഒന്ന് നോക്കണ്ട. അയ്യോ അണ്ണ കണ്ടോ. തള്ളേ അവൻ ചത്തുപോയെന്ന്. ഇനി നിങ്ങൾ ഇവിടുന്ന് മോങ്ങിയ ചത്ത തെണീറ്റ് വരുവോ? ബാവു, അവിടെ നിന്ന് മോങ്ങാതെ ഈ കസേരയൊക്കെ എടുത്ത് നിരത്തി അങ്ങോട്ട് ഇട്ട് ആളുകളൊക്കെ വന്ന് കയറുന്ന സമയമാണ്. ഇത് അവിടെ ഫ്രണ്ടിൽ കൊണ്ടിട്. ഹലോ, അയ്യോ നമ്മുടെ അങ്ങേര് മരിച്ചു. ആ പഴയ മെമ്പർ മരിച്ചു പോയി. വെള്ളക്ക വന്ന് തലയിലെങ്ങാണ്ട് വീണു.
10 മണിയാകുമ്പോഴത്തേന് അടക്കമുണ്ട്. മോൻ വരാനുള്ള ഇന്നലെ മരിച്ചതല്ലയോ, മോൻ വരാനുള്ള താമസം കൊണ്ടാ. ശരി, വേഗം വന്നോട്ടെ. 10-11 മണിയെങ്ങാണ്ടാ അടക്കം. ശരി. പിന്നെ ഒരു ടാർപ്പ കൊണ്ടുവരണേ, ടാർപ്പ. ഡേ, ആ കൊടിയൊന്ന് ഉയർത്തി കെട്ടടേ, ആ കരിങ്കൊടിയൊന്ന് ഉയർത്തി കെട്ട്. മെമ്പറെ മറ്റേ വീടിന്റെ ആയത്തൊക്കെടുവേ കിട്ടിയുള്ളൂ. അങ്ങോട്ട് മാറിക്കേ. ഇവിടെ പെണ്ണുമ്പിള്ള എടുത്ത് അങ്ങോട്ട് വരാൻ പറ, ഓഫീസിലോട്ട് വന്ന് കാണാൻ പറ. ഓ ശരി. മെമ്പർ വന്ന്. ബാവു മെമ്പർ മെമ്പറെ ബഹളമൊന്നും വെക്കണ്ട, അവിടെ ബാവു. പോയി ചായ എന്തോ വെള്ളം എന്തോന്ന് വെച്ചാൽ മേടിച്ചോണ്ട്. കുഴപ്പമില്ല, ചായ വെള്ളമൊക്കെ ഞാൻ കുടിച്ചിട്ടാ വരുന്നത്. മെമ്പർ ഇപ്പോഴാണോ മെമ്പറെ വരുന്നത്? കോഴിക്കോട് കൊടുക്കാന്ന് മെമ്പർ പറഞ്ഞായിരുന്നോ മെമ്പറെ? അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ മെമ്പർ കോഴിക്കോട് വരുമെന്ന്. ഞാൻ പറഞ്ഞച്ചാ കോഴിക്കോട് ഒരു ആടുകുഞ്ഞും കൂടെ മേടിച്ചാ മതി, മെമ്പർ കൊടുക്കാന്ന് മെമ്പർ കരയാതെ. ഇന്നലെ രാത്രി ചോറ് കഴിച്ചപ്പോഴും അച്ഛനത് പറഞ്ഞു. മെമ്പറിഞ്ഞ് തന്നേക്കണേ മെമ്പറേ, എനിക്ക് തരണേ അച്ഛൻ പറഞ്ഞതാ. കോഴിക്കോട് സെറ്റാക്കാം. മോക്ക് മെമ്പർ കൊണ്ട് തരുമോ അച്ഛൻ നാവിട്ട് പറഞ്ഞേ. പോവാനുള്ളവര് പോയി. ഇനി ചേച്ചി ഇങ്ങനെയാണെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി ചേച്ചിക്ക് ഒരു ആൺതുണയില്ല. അപ്പൊ എന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഉദ്ദേശം ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറയണുണ്ടെങ്കിൽ പിള്ളേർ ഒന്നിച്ച് പറയണോ? ഞാൻ വാട്സപ്പിൽ അതല്ലെന്ന്. അയ്യോ, അതല്ല ചേച്ചി, ഒരു ഫോട്ടോ വേണം. ചേച്ചി ഫോട്ടോ, മറ്റേ പെൻഷന്റെ അപേക്ഷയ്ക്കുള്ള ഫോമിൽ ഒട്ടിക്കുള്ള ഫോട്ടോ. ഇനിയിപ്പോ വിധവാ പെൻഷൻ വേണ്ടായോ, ആൺതുണയൊന്നും ഇല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞേ. കൊള്ളാല്ലേ. ആരാ പാചകം? ഇത്തിരി വെള്ളം സോഡ ഇട്ട്, മദ്യമോ ഇല്ല, വെള്ളം സോഡ ഒഴിച്ച് കുടിക്കാനാ. ഒന്ന് അടങ്ങടെ, ഒരു മരിപ്പ് വീടല്ലയോടെ. ഒന്ന് അടങ്ങടെ, ഒന്ന് ശല്യം ചെയ്യോന്ന് പോടെ, ഒന്ന് പോ. അയ്യോ മോനെ പോയടാ, എന്റെ മധുമോനെ കിടക്കുന്ന. അയ്യോ, എന്റെ പൊന്നു മോൻ വന്നതു കണ്ടോണ്ട, വന്നതെന്നതു കണ്ടോണ്ട. അയ്യോ എന്റെ നമ്മുടെ മോൻ വന്ന സാധനം ഞാൻ എഴുതിയ ലിസ്റ്റിലെല്ലാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുനിച്ച് പിന്നെ ഞാൻ മേടിച്ചടി, എല്ലാം മേടിച്ചു. നമുക്ക് രാത്രി അങ്ങ് അമ്മയുടെ അടുത്ത് പോവാം, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. കൊച്ചു കള്ളി ഇത്ര നാളായി. അയ്യോ എന്റെ അമ്മായി അച്ഛൻ ചത്തേ. വെള്ളയ്ക്ക തലേ വീണതാന്നൊക്കെ പറയുന്നു. എനിക്കറിഞ്ഞൂടെ, ഇവരെല്ലാവരും തല്ലിക്കൊന്നതാ എന്റെ അമ്മായി അച്ഛൻ. എനിക്ക് ഒന്നുമില്ലേലും ഇടയ്ക്ക് ഒരു ഫൈൻ എടുക്കാനുള്ള കാശ് വരാനുള്ളതൊക്കെ വന്ന് സമാധാനപ്പെടും. ഞാനിങ്ങനെ കുടിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്ന് നിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞ, മോൻ ഇങ്ങോട്ടൊന്ന് വാ, ഒരു 10,000 രൂപ എടുത്ത് വെച്ചേക്കുന്നു. കള്ളപ്പന്നി. അങ്ങേര് 2 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്ത് തന്നെ. അവർക്ക് വാദം നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇല്ല, എന്നോടിങ്ങനെ പറഞ്ഞ. അപ്പൊ 10,000 രൂപ ഞാൻ തരാടാ. അയ്യോ പോടാ, നേരത്തോടെ നേരമായില്ലയോ? ബോഡി എടുക്കട്ടെ? എടുത്തോ, ബോഡി എടുക്കാം. പിന്നെ എടുക്കാതെ പിന്നെ ഇവിടെ ഇരുത്തണോ? ആള് ചാവാനുള്ള ആള് ചത്ത്. ഇനി ഇവിടെ ഇരുന്നാ അങ്ങേര് ജീവിച്ചു വരുത്തൊന്നുമില്ല.
ഇത്തിരി നേരം കൂടെ കഴിയട്ടെ. ആ എന്നാ പിന്നെ ഇവിടെ നളിയട്ടെ. അച്ഛനെ ഇപ്പഴേ എടുക്കല്ലേ, അച്ഛനെ എടുക്കല്ലേ, ഞാനൊന്ന് കണ്ടോട്ടെ. മെമ്പറേ ബോഡി എടുക്കാൻ വരട്ടെ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ കള്ള പരീക്ഷകൾ എനിക്ക് 5 കാശ് തരത്തില്ല. അതുകൊണ്ടാ മെമ്പറേ, എനിക്ക് കിട്ടാനുള്ള അവകാശം എനിക്ക് മേടിച്ചു തരണം. എൻ്റെ അച്ഛൻ്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾ എന്നെയും എൻ്റെ ഭർത്താവിനെയും തിരിഞ്ഞു നോക്കത്തില്ല. അമ്മയ്ക്കാതെ പിന്നെ എന്നെ പണ്ടേ കണ്ടുകൂടാ. അയ്യോ എന്റെ അണ്ണ, ഇത് കേട്ടില്ലയോ അണ്ണ? എവളൊക്കെ ചോദിക്കുന്നത് നിനക്കൊക്കെ തരാനുള്ള തന്നില്ലോടി. എന്റെ ദൈവമേ, എന്റെ അണ്ണനെ അങ്ങ് മേലോട്ട് വിടാൻ പോലും സ്വസ്ഥത കൊടുക്കാത്ത കുറെ. അമ്മേ നടങ്ങമ്മേ, നടങ്ങമ്മേ. പെങ്ങളെ ചുമ്മാതെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുമാതിരി വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിനക്ക് തരാനുള്ളതൊക്കെ തന്ന് കെട്ടിച്ച് വിട്ടതല്ലേ, പിന്നെന്തോ ഇമാതിരി സംസാരം കൊണ്ട് വരുന്നത്? കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് വിട്ടത്, അതും ആളുകൾ കൂടിയെടുത്ത് അച്ഛൻ്റെ ഒരു കർമ്മം. കൊടുക്കടാ, എടാ കൊടുക്കടാ. ഇവിടെ കിടന്ന് നോൺസെൻസ് സംസാരിക്കരുത്. മെമ്പറേ, എനിക്ക് എന്തോന്ന് വെച്ചാൽ എനിക്ക് തരണം. എനിക്ക് ശ്രീധനോ തന്നില്ല. എനിക്ക് അവൾ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായോണ്ടായിരിക്കും. അണ്ണൻ പോയല്ലോ, അണ്ണൻ ഇതൊക്കെ കാണുന്നുണ്ടോ അണ്ണ? അയ്യോ അയ്യോ അയ്യോ. തലവേദന അച്ഛന്റെ പുറകെ ഞാനും പോയി കൊണ്ട് തൊലക്ക്. അപ്പുറത്തെ 3 സെന്റ് സ്ഥലം എനിക്ക് പറ്റത്തില്ല. എനിക്ക് 3 സെന്റ് പറ്റത്തില്ല. എനിക്ക് 5 സെന്റും കിട്ടണം. 5 സെന്റും എനിക്ക് എഴുതി തരണം. ആ പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഓ 3 ചേർത്ത് 2 സെന്റ്, ശരി 5 സെന്റ്. 5 സെന്റ് കൊടുത്തേക്കാം. പൊക്കോ, എടുത്തോട്ടവള്. പിന്നെ ഇവിടെ പിന്നെ ഒരു ബന്ധവും പറഞ്ഞ് വന്നേക്കരുത്. അമ്മയും കൊണ്ടുപോകണം. അത് കൊണ്ടുപോകണം. ബോഡി എടുത്തു. മെമ്പർ കേട്ടല്ലോ? ബോഡി എടുത്തതും എനിക്കത് വിലയാധാരമാക്കി തരണം. മെമ്പർ കേട്ടല്ലോ? പശുവിന്റെ ഒന്ന് മിണ്ടാതടേ, ഒന്ന് ശല്യം ചെയ്യാതടേ. എനിക്ക് ബോഡി എടുത്തതും വിലയാധാരമാക്കി തരണം. ഞാൻ ഏറ്റ്. ബോഡി എടു. നീ ബോഡി എടുത്തു. അപ്പം ബോഡി എടുത്തു. എനിക്ക് ഈ ജീവിതം വേണ്ട ദൈവമേ.